Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. What is mean by price elasticity of demand? I will give you the explaining that price elasticity of demand refers to the degree of responses of customers or consumers to a change in the price of a product. Means the demand, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ടും കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസും അതോടൊപ്പം തന്നെ പ്രോഡക്റ്റിന്റെ പ്രൈസും തമ്മിലുള്ള വേരിയേഷൻ ആണ്. പല സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയുള്ള ഒരു വേരിയേഷൻ, പ്രൈസും അതേപോലെ തന്നെ പ്രൈസിൽ വരുന്ന വേരിയേഷൻ പ്രോഡക്റ്റിലെ പർച്ചേസിങ് പവർ, കസ്റ്റമേഴ്സിന്റെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. അപ്പൊ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡില് ഫോളോയിങ് റീസൺസ്, ഫോളോയിങ് കാറ്റഗറീസ്, വൈ ദ ചേഞ്ച് എങ്ങനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓരോ പോയിന്റ്സ് വഴിയാണ്. നെക്സ്റ്റ് ഫസ്റ്റ്, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. യെസ്, ഫസ്റ്റ് വൺ ഈസ് ദ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അതായത് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ്, ഒരു സ്ലീപ്പിംഗ് ലൈൻ ആയിട്ടാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എ സ്മോൾ ചേഞ്ച് ഇൻ ദ പ്രൈസ് റിസൾട്ട്സ് ഇൻ ആൻ അൺലിമിറ്റഡ് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. ഡിമാൻഡിൽ എന്താണ്, ഒരു പ്രൈസിൽ വരുന്ന ചെറിയൊരു ചേഞ്ച്, ഒരു സ്ലൈറ്റ് മൂവ്മെന്റ്, ഇറ്റ്സ് എ വൺ ഓഫ് ദ മേജർ ഓർ മിറാക്കിൾസ് ഓഫ് എ ഡിമാൻഡിൽ കാരണമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ്, ഇറ്റ് ഈസ് അഡ്വാൻസ് ഓർ അൺലിമിറ്റഡ് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ക്യൂ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് പ്രൈസിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്യൂ ആൻഡ് പി എന്ന് പറയുന്ന കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മൾ അങ്ങനെ ഇട്ടത്. ഇനി ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ ആണ് എന്ന് പറഞ്ഞു. സ്ലീപ്പിംഗ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഡിമാൻഡ്. ആ ഒരു പ്രൈസിൽ വരുന്ന വേരിയേഷൻസ് ഒരു കോൺസ്റ്റന്റ്, ഒരു സ്മോൾ ചേഞ്ചസ് പ്രൈസിൽ വരുമ്പോഴും എന്താണ്, ഒരു കോൺസ്റ്റന്റ് ചേഞ്ചസ് ആണ് അതിൽ വരുന്നത് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ദിസ് ലൈൻ ഈസ് ഓൾസോ കോൾഡ് ദ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ക്യൂ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി, പാരലൽ ടു ക്വാണ്ടിറ്റി. ഇതാണ് ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. Perfectly inelastic. What is meant by perfectly inelastic? That is, the quantity demanded does not respond the price of a fall in price. അതായത് ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് എന്ന് പറയുന്നത്, പ്രൈസിൽ വരുന്ന ഫോളോ അല്ലെങ്കിൽ പ്രൈസിൽ വരുന്ന ഹൈയോ, ദർ ഇസ് നോട്ട് അഫക്റ്റഡ് ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. അതായത് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ. പ്രൈസിൽ സ്മോൾ ചേഞ്ചസ് ഓർ ലാർജ് ചേഞ്ചസ്, ദർ ഇസ് നോ എനി എഫക്ട് ഇൻ ദ ഡിമാൻഡ്. ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു, that is 0. E is equal to 0. Then in this straight line or demand curve is represented that vertical straight line. So it is called E is equal to 0 എന്നാണ് അതിനെ സീറോ ഇലാസ്റ്റിസിറ്റി എന്നും കൂടി ഈ പറയുന്ന പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് is also called as zero elasticity. Okay, next, third point, relatively elastic demand എന്ന് പറയുന്നത്. In relatively elastic demand, the percentage change in the quantity, that means പ്രൈസിൽ വരുന്ന ചെറിയൊരു ചേഞ്ചസ്, 10 രൂപയിൽ നിന്നും പ്രൈസ് 12 രൂപയായിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രീം ലെവലില് അതിന്റെ പ്രൈസില് വേരിയേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് പ്രൈസിൽ ചെറിയൊരു വേരിയേഷൻ എക്സ്ട്രീം ലെവലിലുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമുക്ക് ആ പോയിന്റ് ഒന്ന് നോക്കാം. Percentage change in the quantity demanded is more than percentage change in price. പ്രൈസിൽ എക്സ്ട്രീം ലെവലിൽ ഒരു ചെറിയൊരു സ്മോൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും ഡിമാൻഡിൽ എക്സ്ട്രീം ലെവലിലുള്ള ചേഞ്ചസ് ആണ് കാണിക്കുന്നത്. ഇനി ഈ പറയുന്ന ഒരു കേർവിനെ, അതായത് ഡിമാൻഡ് കേർവിനെ നമ്മൾ പറയുന്നത്, ഒരു പേര് പറയുന്നുണ്ട്, ഫ്ലാറ്റേൺ സ്ലോപ്പ് എന്നാണ് പറയുന്നത്. ആ ഫ്ലാറ്റേൺ സ്ലോപ്പ് മോഡലിലാണ് ഈ പറയുന്ന റിലേറ്റീവ്ലി ഇലാസ്റ്റിക്കിന്റെ ഡിമാൻഡ് കേർവിനെ കാണുന്നത്.
ഇനി ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 1. That is E is equal to greater than 1 എന്നാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇലാസ്റ്റിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇൻ ഇലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ദറ്റ് ഈസ് 10 റുപ്പീസ് ആണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസിൽ ഒരു മേജർ ചേഞ്ച്, അതായത് 10ൽ നിന്നും അത് ഒരു 5 റുപ്പീസ് ആയിട്ട് കുറയുമ്പോഴും ഡിമാൻഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ദർ ഇസ് നോ മച്ച് ഓഫ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ്. ഒരു അത്രമാത്രം പ്രൈസിൽ വേരിയേഷൻസ് ഒന്നും ഡിമാൻഡിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമാകുന്നില്ല. അതാണ് ഈ പറയുന്ന റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് പ്രത്യേകത. അതിന്റെ എന്താണ് റിലേറ്റീവ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ when a change in price results in less than change in the quantity. ക്വാണ്ടിറ്റിയിൽ ഒരു സ്മോൾ ചേഞ്ചസ് മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് E is equal to less than 1 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ കർവിന്, ഡിമാൻഡ് കർവിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ സ്ലോപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് down slope. Okay, that is relatively inelastic demand. Okay, ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മുടെ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. സെയിം ചേഞ്ചസ് ആണ് പ്രൈസിലും ഡിമാൻഡിലും വരുന്നത്. പ്രൈസ് 5 റുപ്പീസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ കറസ്പോണ്ടിങ് ചേഞ്ച് തന്നെയായിരിക്കും ഇതിൽ വരുന്നത്, ഡിമാൻഡിലും ചേഞ്ചസ് വരുന്നത്. That is unit elasticity. What is meant by unit elasticity? Change in the price of a result is equal and proportionate change in demand. Demand same changes തന്നെയായിരിക്കും, പ്രൈസിൽ സെയിം വേരിയേഷൻ തന്നെയായിരിക്കും ഡിമാൻഡിലും ചേഞ്ചസ് വരുന്നത്. ഇനി ഈ പറയുന്നതിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ E is equal to 1. ബിക്കോസ് സെയിം ചേഞ്ചസ് തന്നെയാണ്, പ്രൈസിലും വരുന്ന ചേഞ്ചസ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് സെയിം തന്നെയാണ്, സെയിം ഡിഫറൻസ് ആണ്. സോ ഇറ്റ് ഈസ് E is equal to 1 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ ആ ഷേപ്പ് ആണ്, അതിന്റെ ഒരു ബെൽ ഷേപ്പ് ആണ്. അതിന് പറയുന്നതാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് ആ ഷേപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിമാൻഡ് കർവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ പോയിന്റ്സുകൾ മാത്രം നിങ്ങൾ അതിൽ സ്പെസിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഓൾസോ ദ ഗ്രാഫ്. ഓക്കെ, താങ്ക് യു.